പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ ആരാ മത്സരിക്കാൻ വരുന്നത്? തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. മുൻ DGP ജേക്കബ് തോമസ് തൃശ്ശൂർ, ഒല്ലൂർ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. തൃശ്ശൂരിലേക്ക് കളം മാറ്റുന്നത് ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള BJP നീക്കമാണെന്നാണ് വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് ജേക്കബ് തോമസിനെ തൃശ്ശൂരിലെ 2 മത്സരങ്ങളിൽ ഒന്നിൽ പരീക്ഷിക്കാൻ തീരുമാനമായത്. ജെയ്സൺ ചമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, അങ്ങനെ തൃശ്ശൂരിൽ പരിഗണിക്കാൻ മുൻ DGP തീരുമാനിച്ചത് അവിടുത്തെ ക്രൈസ്തവ വോട്ടുകളുടെ സാന്നിധ്യമാണെന്നറിയാം. എന്തായാലും മുൻ DGP ജേക്കബ് തോമസ് ഈ 2 മണ്ഡലങ്ങളിൽ ഒന്നിൽ ഇക്കുറി പരീക്ഷ എഴുതും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? കുറച്ച് നാളായിട്ട് ജേക്കബ് തോമസ് തൃശ്ശൂരിൽ ഉണ്ടെന്ന് കേട്ടു. വാടകയ്ക്ക് വീടൊക്കെ എടുത്ത് പ്രവർത്തനം തുടങ്ങിയെന്ന് കേട്ടു. അരുൺകുമാർ, തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുകളായി BJPയുടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നടക്കേണ്ട MT രമേശിൽ തുടങ്ങി K സുരേന്ദ്രനിലൂടെ യാത്ര ചെയ്ത് ശോഭാ സുരേന്ദ്രനും തുടങ്ങി അങ്ങനെ ഒരുപാട് ആളുകളിലൂടെ യാത്ര ചെയ്ത് അവസാനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJP ഒരു കാര്യം തീരുമാനിച്ചു. അത്തരം പേരുകളൊന്നും തൃശ്ശൂരിൽ ക്ലച്ച് പിടിക്കില്ല എന്ന ബോധ്യം അവർക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ BJP നേതൃത്വം എത്തിയിരിക്കുന്നു. പ്രധാനമായും തൃശ്ശൂരും ഒല്ലൂരും ക്രൈസ്തവ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രൈസ്തവ വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങളാണ് പ്രധാനമായും ഒല്ലൂരും തൃശ്ശൂരും എന്ന് പറയുന്നത്. ഈ 2 മണ്ഡലങ്ങളിലും സജീവമാകാനാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം ജേക്കബ് തോമസിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കഴിച്ച കുറേ ദിവസങ്ങളായി ഇവിടേക്ക് തമ്പടിച്ചിട്ടുണ്ട്. അത് കുറച്ച് അകലെയായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ വീണ്ടും അടുത്തടുത്ത് തൃശ്ശൂർ നഗരത്തോട് അടുത്ത് താമസത്തിന് വീടെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒല്ലൂരും കൂടി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. 2 മണ്ഡലങ്ങളിൽ ഒന്ന് അദ്ദേഹം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞ മട്ടാണ്. തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹത്തിന്റെ മത്സരം ആദ്യമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇരിഞ്ഞാലക്കുടയിൽ മത്സരിച്ച് ആദ്യ പരീക്ഷണത്തിന് വേദിയൊരുക്കിയിരുന്നു. അദ്ദേഹം മോശമില്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ തുടക്കക്കാരനുണ്ടാകാവുന്ന എല്ലാ കുറവുകളും കഴിഞ്ഞ ഇരിഞ്ഞാലക്കുട തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പയറ്റി കൂടുതൽ രാഷ്ട്രീയം പഠിച്ച് ഇപ്പോൾ വീണ്ടും സജീവമായി രംഗത്തിറങ്ങാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂരാണ് ഒല്ലൂരാണ് എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. സ്വാഭാവികമായിട്ട് തൃശ്ശൂരാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കൂടുതലുള്ളത്. കാരണം ക്രൈസ്തവ വോട്ടുകൾ ഒല്ലൂരിനേക്കാൾ കൂടുതൽ തൃശ്ശൂരിലുണ്ട്. പ്രധാനമായും വിധി നിർണ്ണയിക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ തന്നെയാണ് എന്ന് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചരിത്രം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരോ ഒല്ലൂരോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളത്. ഏതെങ്കിലും ഒന്നിൽ അത് വിജയിക്കുമോ? ഈ നമ്മുടെ മേയർ വർഗീസേട്ടൻ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ജേക്കബ് തോമസ് ഒല്ലൂരിലേക്ക് മാറേണ്ടി വരുമായിരുന്നു. പക്ഷേ വർഗീസേട്ടൻ BJPക്ക് വേണ്ടി മത്സരിക്കാൻ രംഗത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ ജെയ്സൺ? തീർച്ചയായും അദ്ദേഹം മേയറായിരിക്കുമ്പോഴൊക്കെ സുരേഷ് ഗോപിയുടെ അടുത്ത ബന്ധം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ എല്ലാം LDFനെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരുന്നു. അതിനെ വിലയിരുത്തിയിരുന്നത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ BJPയോടൊപ്പം കൂടുമെന്നായിരുന്നു. പക്ഷേ BJP വലിയ താല്പര്യം ഇതുവരെ കാണിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹമാണെങ്കിൽ കോൺഗ്രസിനോട് അടുക്കാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ നിന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു കോൺഗ്രസ് ആണ് നല്ലത്, കോൺഗ്രസ് വരാനുള്ള സാധ്യതയാണ്, കോൺഗ്രസ് തൻ്റെ മാതൃപാർട്ടിയാണ്, കോൺഗ്രസിലേക്ക് വരണമെന്ന് ആഗ്രഹമൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചു. അതിനർത്ഥം അദ്ദേഹത്തിന് BJP വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കം ഇതുവരെയില്ല. അതുകൊണ്ട് തന്നെയാണ് BJPയിലെ കുറച്ചും കൂടി ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടെന്ന് നമ്മൾ പറയപ്പെടുന്ന അദ്ദേഹം ഒരു പ്രൊഫഷണലി അദ്ദേഹം ഉയർന്ന സ്ഥാനത്തിരുന്ന വ്യക്തി തൃശ്ശൂർ നഗരമൊക്കെ ആണെങ്കിൽ അത്തരം ആളുകളെ കൂടുതൽ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ജേക്കബ് തോമസിനെ തൃശ്ശൂരിൽ ഒല്ലൂരിൽ ഇറക്കാനുള്ള തീരുമാനത്തിലേക്ക് BJP ഇപ്പോൾ കടന്നിരിക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു. മുൻ DGP ജേക്കബ് തോമസ് അങ്ങനെ തൃശ്ശൂരിലേക്ക് ഇറങ്ങിയാണ്. വേറൊരു DGP തിരുവനന്തപുരത്തുണ്ട്, നമ്മുടെ കോർപ്പറേഷൻ കൗൺസിൽ മെമ്പറായിട്ട്. അപ്പോൾ എന്തായാലും ഇത്തവണ തൃശ്ശൂർ പിടിക്കും. തൃശ്ശൂർ ഇങ്ങ് എടുക്കുമോ വീണ്ടും എന്നുള്ളതാണ് ചോദ്യം. തൃശ്ശൂരോ ഒല്ലൂരോ എടുക്കും എന്നാണ് ജേക്കബ് തോമസ് പറയുന്നത്. കുറച്ച് നാളായിട്ട് മണ്ഡലത്തിൽ സജീവമാണ്. വാടകയ്ക്ക് വീടൊക്കെ എടുത്ത് തന്നെ തട്ടകം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിലെ ഒരു കൈപ്പേറിയ അനുഭവം ഉണ്ട്, അതൊക്കെ പണ്ട്. പക്ഷേ അനുഭവം ഗുരു എന്നുള്ളത് കൊണ്ട് അനുഭവത്തിൽ നിന്ന് പഠിച്ചാണ് ജേക്കബ് തോമസ് ഇത്തവണ കളത്തിലേക്ക് ഇറങ്ങുന്നത്. ക്രൈസ്തവ വോട്ടുകൾ തന്നെയാണ് പ്രധാന ലക്ഷ്യം.